സംഗീത സംവിധായകൻ റസൂൽ പൂക്കുട്ടിയുമായി തന്റെ പേര് ചേർത്ത് പ്രചരിച്ച കഥകളിലെ സത്യവും മിഥ്യവും വെളിപ്പെടുത്തി സജ്ന നൂർ. തനിക്ക് ദൈവതുല്യനാണ് റസൂൽ എന്ന് സജ്ന മറുനാടൻ മലയാളിക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ദുബായിൽ തന്നെ ചിലർ കുരുക്കാൻ നോക്കിയപ്പോൾ രക്ഷിച്ചതും റസൂലും സുഹൃത്തുക്കളുമായിരുന്നുവെന്ന് സജ്ന പറയുന്നു. നടിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: നല്ലതും ചീത്തയും തിരഞ്ഞെടുക്കാൻ എനിക്കറിയില്ല, അതുകൊണ്ട് അബദ്ധങ്ങളിൽ പോയി വീണിട്ടുണ്ട്. ആൻമരിയയും ദിയാസനയും എന്റെ നല്ല സുഹൃത്തുക്കളായിരുന്നു. ആൻമരിയയ്ക്ക് ഞാനും റസൂലിക്കയും തമ്മിലുള്ള കാര്യങ്ങളെല്ലാം അറിയാം. എന്റെയും റസൂലിക്കയുടെയും തികച്ചും പേഴ്സണൽ കോളിംഗ് റെക്കോർഡ് വോയിസുകളാണ് ആളുകൾ ഇപ്പോൾ ആഘോഷിക്കുന്നത്. റസൂലിക്കയുമായി പ്രശ്നങ്ങൾ വരുമ്പോൾ അത് പരിഹരിക്കാൻ ഇടയിൽ നിന്നിരുന്നത് ആൻമരിയും ദിയയും എല്ലാമായിരുന്നു. റസൂലിക്ക എൻ്റെ ആരാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും അറിയില്ല. ബിഗ് ബോസിൽ നിന്നിറങ്ങി 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഫിറോസിനെ വേണ്ടെന്ന് വെച്ചു. ആ സമയത്ത് എനിക്ക് വർക്കൊന്നും കിട്ടിയിരുന്നില്ല. 6 വർഷമായി ഞാനും ഫിറോസും വേർപിരിഞ്ഞിട്ട്. എൻ്റെ മോളെ ഫിറോസ് അടിക്കുമായിരുന്നു. അവൾ ചത്തുപോയിരുന്നെങ്കിൽ എന്നൊക്കെ എൻ്റെ കുഞ്ഞിനോട് പറയുമായിരുന്നു. ഒരു വർക്കിന് പോയപ്പോഴാണ് റസൂലിക്കയെ ആദ്യമായി കാണുന്നത്. ശേഷം ഒരു വർക്കും ഇല്ലാതിരുന്ന സമയത്ത് എനിക്ക് ദുബായിൽ നിന്ന് ഒരു വർക്ക് വന്നു. അതൊരു വലിയ കുരുക്കായിരുന്നു. ദുബായിലേക്ക് പോയത് കൊളാബിന് വേണ്ടിയായിരുന്നു. സുഹൃത്ത് വഴിയാണ് പോയത്. കടം മേടിച്ച പൈസയാണ് അന്ന് ഞാൻ ചിലവിന് ഉപയോഗിച്ചത്. അവിടെ ചെന്ന ശേഷമാണ് സത്യം മനസ്സിലാക്കിയത്. രേണുസുതി പോയിരിക്കുന്നത് പോലെ ഞാൻ ബാറുകളിൽ പോയി ഇരിക്കുമായിരുന്നു. ആദ്യത്തെ എൻ്റെ വിദേശ യാത്രയാണത്. ദുബായിലേക്ക് മുമ്പ് പോയിട്ടുമില്ല. മലയാളികൾ വരുന്ന ബാറിൽ ഗസ്റ്റായി പോയിരുന്നാൽ 500 ദിർഹം കിട്ടും. ഞാൻ കുരുക്കിൽപ്പെട്ടതുപോലെയായി. ഇത്ര രൂപ കൊടുത്താൽ എന്നെ കിട്ടുമെന്ന രീതിയിൽ വരെ ദുബായിൽ എൻ്റെ ഫോട്ടോ വെച്ച് പ്രചരിപ്പിച്ചു തുടങ്ങി. ഒരു സ്ത്രീയാണ് എന്നെ വെച്ച് ബിസിനസ് ചെയ്തത്. ഞാൻ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. ഇല്ലീഗൽ ആക്ടിവിറ്റി നടക്കുന്നിടത്തെല്ലാം എന്നെ കൊണ്ടുപോയി. പക്ഷെ എന്നെ ആരും യൂസ് ചെയ്തിട്ടില്ല. അതിനുള്ള മുന്നൊരുക്കമായിരുന്നു. അതിനിടയിൽ ഒരു പുള്ളിക്കാരി എന്നെ രക്ഷിച്ചു. അല്ലായിരുന്നുവെങ്കിൽ ഞാൻ പിഴച്ചവളായി മാറുമായിരുന്നു. റസൂൽ പൂക്കുട്ടി കാരണം കൂടിയാണ് അന്ന് ഞാൻ രക്ഷപ്പെട്ടത്. എന്നെ ഇവിടുന്ന് കൊണ്ടുപോയ പുള്ളിക്കാരിയാണ് എന്നെ പെടുത്തിയത്. തിരിച്ചു വന്നപ്പോൾ കയ്യിൽ ഒരു പൈസയും ഇല്ലായിരുന്നു. ശേഷമാണ് ഒറ്റ എന്ന സിനിമയിൽ അഭിനയിക്കാൻ റസൂലിക്ക് അവസരം തന്നത്. വൃത്തികെട്ട കുഴിയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നയാളാണ് റസൂലിക്ക. എനിക്ക് വർക്കില്ലാതിരുന്ന സമയത്ത് എനിക്കും മക്കൾക്കും ചിലവിന് പണം തന്നിട്ടുണ്ട്. അയാൾ എനിക്ക് ദൈവതുല്യൻ. അദ്ദേഹം എൻ്റെ ആരാണെന്ന് എനിക്ക് പറയാൻ അറിയില്ല. കാമുകനാണോ, സഹോദരനാണോ, വാപ്പയാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്റെ ദൈവമാണോ എന്നും അറിയില്ല. അത്രത്തോളം എന്നെയും മക്കളെയും അദ്ദേഹം സംരക്ഷിച്ചു. വലിയൊരു മനുഷ്യനാണ് അദ്ദേഹം എന്നും സജ്ന നൂർ കൂട്ടിച്ചേർത്തു. റസൂലുമായുള്ള ബന്ധത്തിൽ 2 തവണ സജ്ന ഗർഭിണിയായിരുന്നു. അതിൽ ആദ്യത്തെ കുഞ്ഞിനെ പിന്നീട് ഗർഭാവസ്ഥയിൽ വെച്ച് തന്നെ സജ്നയ്ക്ക് നഷ്ടപ്പെട്ടു.